മലയാളം അസ്ട്രോളജി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തമ്പുരായിലെ കണ്ട പോലെ ഒരു ഗ്രഹനില, രണ്ട് വ്യക്തികളുടെ ഗ്രഹനില നമ്മുടെ വിവാഹ പൊരുത്ത പരിശോധനയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം ഒരു കാര്യം പറയാനുള്ളത്, തുടക്കം തന്നെ കുറച്ച് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യത്തിൽ കിടക്കാം. നിങ്ങളൊന്ന് മനസ്സിലാക്ക്, നിങ്ങളൊരു വീട് ഉണ്ടാക്കുകയാണ്. അതായത് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോ മാതാപിതാക്കളും, അതായത് ഒരു കല്യാണം കഴിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നീട് കാലം, അതായത് ഒരു 20-25 വയസ്സ് വരെ കാലയളവ് മാത്രമേ നമ്മുടെ കുഞ്ഞ് നമ്മുടെ കൂടെ ജീവിക്കുള്ളൂ. എങ്ങനെ പറയുന്നത്, 20-28 വയസ്സ് വരെ മാക്സിമം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ കുടുംബത്തിൽ പോയി ജീവിക്കേണ്ടതാണ്. അപ്പോൾ ഓരോ മാതാപിതാക്കളും നിങ്ങളുടെ കൊച്ചുങ്ങളെ ജീവിതത്തിലേക്ക്, ദുഃഖത്തിലേക്ക് കൊടുക്കുന്ന രീതിയിലേക്ക് അല്ലെ വിടുന്ന രീതിയിൽ നിങ്ങൾ പറഞ്ഞ് അയക്കരുത്. കാരണം നിങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാധ്യത അവിടെ തീർന്നു എന്ന് വിചാരിക്കരുത്. പക്ഷേ ജീവിതകാലം വരെ കൊച്ചുങ്ങളുടെ വേറൊരു കുടുംബത്തിൽ ജീവിക്കേണ്ടതാണ്, നിങ്ങളുടെ കൂടെയല്ല ഉണ്ടാകുക. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, നമ്മളൊരു വീട് വെക്കുകയാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വപ്നമാണ് ഒരു വീട്. അതേപോലെ തന്നെ ഒരു കല്യാണം അതേപോലെ തന്നെയാണ്. ആ ഒരു വീട് വെക്കുമ്പോൾ നമ്മൾ ഒരു ദിവസം ഈ ഒരു വർഷം കഴിഞ്ഞ് താമസിക്കാൻ, അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് താൽക്കാലികമായിട്ടാണ് ഒരു വീടുണ്ടാക്കണേ. അല്ല, ജീവിതകാലം വരെ ആ വീട്ടിൽ നമ്മൾ താമസിക്കാനുള്ളതാണ്. അപ്പൊ ആ വീട് എങ്ങനെ കറക്റ്റായിട്ട് വാസ്തുപ്രകാരം കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ വീട് വെക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് താൽക്കാലിക ഷെഡ്, ഒരു ടാർപ്പായി ഇട്ടിട്ട് വെച്ചാൽ പോരെ? നമ്മൾ ജീവിതകാലം വരെ സുഖമായാലും ദുഃഖമായാലും നമ്മൾ ജീവിത സ്വപ്നമായ ആ ഒരു ഗ്രഹം പണിയുമ്പോൾ നമ്മൾ കൃത്യമായി വാസ്തുക്കെ നോക്കി അതിന്റെ വാസ്തുശില്പനെ കൊണ്ടുവന്ന് അത് നല്ല രീതിയിലൊക്കെ മോഡിഫിക്കേഷൻ ചെയ്ത് നല്ല രീതിയിൽ പോകാൻ വേണ്ടി ജീവിതകാലം വരെ ആ വീട്ടിലാണ് പിന്നെ നമ്മൾ ജീവിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് വിവാഹം. വിവാഹം എന്ന് പറയുന്നത്, നിങ്ങള് ഒരു മാതാപിതാക്കള് ഓടിച്ചെന്നിട്ട്, ഇവിടെ നാളെ ഒരാളെന്റെ അടുത്ത് വന്നിരുന്നു എന്റെ അടുത്ത്. അതായത് എല്ലാവരും മോളുടെ വിവാഹ ആലോചനയായിട്ട് പോകുമ്പോൾ ജ്യോതിഷ ഒരു ലിസ്റ്റ് കൊടുക്കുകയാണ്. ഇന്ന നക്ഷത്രം ചേരത്തില്ല, ഇന്ന നക്ഷത്രം ചേർക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഈ ഒരു നക്ഷത്രം എന്ന് പറയുന്നത് അല്ല ജീവിതം. ഒരു നക്ഷത്രം കൊണ്ടല്ല നമ്മുടെ ഒരു ഗ്രഹനില വിശകലനം വൈത്തേക്ക് പോകേണ്ടത്. ഒരു നക്ഷത്രം എന്ന് പറയുന്നത് അങ്ങനെ ഈ ഗണപ്പൊരുത്തം, വശ്യപ്പൊരുത്തം, മഹേന്ദ്രപ്പൊരുത്തം എല്ലാം നോക്കി വിവാഹം കഴിക്കുമ്പോൾ ഈ ഗ്രഹനിലയിൽ വരുന്ന ദോഷങ്ങൾ നിങ്ങൾ അമ്പയെ മറക്കണേ. ഇവിടെ ജ്യോതിഷത്ത് പോകുമ്പോൾ തന്നെ പറയാണ്, ഈ എന്താ പറയണേ, ഈ നക്ഷത്രം ചേരാൻ പാടില്ല, ഈ നക്ഷത്രം രഞ്ജുദോഷമുണ്ട്. ഒന്ന് മനസ്സിലാക്കുക, നിങ്ങൾ ഏതെങ്കിലും ഒരു രഞ്ജുദോഷം, 8 ദോഷം, 8 പൊരുത്തം, 2 ദോഷമാണ് പറയുന്നത്. മധ്യമ രഞ്ജുദോഷം ഏതെങ്കിലും ജീവിതത്തിൽ നിങ്ങൾ ശാസ്ത്രീയമായിട്ട് ഈ എന്താ പറയാ, ഒരു മുന്നോട്ട് ഈ ശാസ്ത്രീയമായിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ ഒരു ബോധ മനസ്സിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കുക. രഞ്ജുദോഷം വന്നിട്ട് ഏതെങ്കിലും ആൾക്കാർ മരിച്ചിട്ടുണ്ടോ? 8 പാപം നിൽക്കുമ്പോൾ ഒരാളുടെ ഗ്രഹനിലയിൽ 8-ാം പാപത്തിന് ദോഷം വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്കാണ് ബാധിക്കുകയാണ്. എന്റെ ഗ്രഹനിലയിൽ എനിക്ക് 8 ദോഷം വന്നിട്ടുണ്ടെങ്കിൽ അത് ഭാര്യയ്ക്കല്ല ബാധിക്കുക, അത് എനിക്ക് തന്നെയാണ്. ഒരാളുടെ ഗ്രഹനിലയിൽ ദോഷം വന്നാൽ അയാൾക്കേ ബാധിക്കുള്ളൂ. അല്ലാണ്ട് 8 ഭർത്തൃ ദോഷം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരാൾ മരിച്ചു കണ്ടിട്ടുണ്ടോ? നിങ്ങളൊരു ജ്യോതിഷത്ത് പോകുമ്പോൾ ചോദിക്കണം, ഇവിടെ രഞ്ജുദോഷം ഉള്ളതാണെങ്കിൽ ഇന്നേ വരെ നിങ്ങൾ ലിസ്റ്റിൽ ആരെങ്കിലും മരിച്ചതായിട്ടുണ്ടോ, അല്ലെങ്കിൽ ദോഷമായിട്ടുണ്ടോ? ചിലപ്പോൾ ദോഷം വരും. നമ്മുടെ ഗ്രഹനിലയിൽ അടിസ്ഥാനം നോക്കുകയാണെങ്കിൽ വേർപിരിയാം, അകന്ന് ജീവിക്കാം, അങ്ങനെയുള്ള ബന്ധം. അല്ലാതെ ഒരിക്കലും ഒരാളുടെ ഗ്രഹനിലയിൽ മറ്റേയാൾക്കുള്ള മരണത്തിന് സൂചനയാകില്ല. ഈ ഒരു ഗ്രഹനില പരിശോധന. അതുകൊണ്ട് നിങ്ങൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ കൊച്ചിന്റെ ഭാവി നിങ്ങളായിട്ട് നശിപ്പിക്കരുത്, അല്ലെങ്കിൽ നിങ്ങളായിട്ട് അത് ആ കൊച്ചിന്റെ ഭാവിയിലേക്ക് ദുഃഖത്തിൽ കൊടുക്കരുത്. അതുകൊണ്ട് നക്ഷത്രപ്പൊരുത്തം, അതായത് കേരളത്തിലെ വൈറസ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ മറ്റേ നക്ഷത്രപ്പൊരുത്തം എന്ന് പറയുന്നത്. ഇതും ഒരു വൈറസ് ആയിട്ട് വന്നിരിക്കുന്ന നക്ഷത്രപ്പൊരുത്തമാണ്. എന്താണ്? രാശിപ്പൊരുത്തം ഉത്തമാണ്, വശ്യപ്പൊരുത്തം ഉത്തമാണ്, യോനിപ്പൊരുത്തം ഉത്തമാണ്, ദിനപ്പൊരുത്തം ഉത്തമാണ്, ദീർഘപ്പൊരുത്തം ഉത്തമമാണ്, രഞ്ജു ഉത്തമമാണ്, വേദദോഷ ഉത്തമമാണ്. സ്ത്രീക്ക് ഒരു 1.75 പാവം, പുരുഷന് 3.25 പാവം. ഇതാണ് പൊരുത്തത്തിന്റെ പരിശോധന നോക്കിയിട്ടുള്ള ഗ്രഹനില. അപ്പോ നിങ്ങൾ മനസ്സിലാക്കുക, എന്തുകൊണ്ട് ഇവിടെ കേരളത്തില് ഇത് വൈറസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പൊരുത്തത്തിന്റെ വിഷയം.
കാരണം എനിക്ക് ഒന്ന് പറയാനുള്ളൂ. എന്നെ പോലുള്ളൊരു വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി, എനിക്ക് വേണ്ടിയിട്ടല്ല ഈ വീഡിയോ ചെയ്യണത്. അല്ലാണ്ട് എനിക്ക് യൂട്യൂബ് കൂടെ വരുമാനം ഉണ്ടാക്കിയിട്ടോ എനിക്ക് എന്റെ ഇതിലേക്ക് എന്റെ കുടുംബത്തിൽ കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് അതിലൂടെ നല്ലൊരു അറിവ് കിട്ടുക. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ഒരാളല്ല. ഉത്തമമായ ജ്യോതിഷത്തിൽ നിന്നിട്ട് പോയ ആൾക്കാർ, പഠിച്ച ആൾക്കാർ ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷെ എനിക്ക് ഈ ഗ്രഹനില സ്കാൻ ചെയ്യുമ്പോൾ എനിക്ക് വളരെ വ്യൂ കുറവാണ്, വളരെ സപ്പോർട്ടിങ് കുറവാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് ഈ നിങ്ങളുടെ ഇതേപോലെ വീഡിയോ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാവും, ഓരോ മാതാപിതാക്കളും മനസ്സിലാവും. എനിക്ക് എല്ലാവരും പറഞ്ഞിട്ട് ഒരു മനസ്സിലാക്കാൻ പറ്റില്ല. പറ്റെങ്കിൽ നിങ്ങൾ ഒരാൾക്കെങ്കിലും ഒരാൾക്ക് ഒരു ഗുണം കിട്ടട്ടെ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഒരാൾക്കും ഒരു നക്ഷത്രപ്പൊരുത്ത് നോക്കാറില്ല. എന്റെ ഗുരുനാഥൻ പഠിപ്പിച്ചെന്ന 12 രാശി, 12 രാശിയിൽ 2 പേരുടെ ഗ്രഹനില സ്കാൻ ചെയ്തിട്ടാണ് നോക്കുന്നത്. ഇവിടെ ആരും ഇതുണ്ട് ഘടനാപ്പൊരുത്തം, മറ്റേ നമ്മുടെ രണരണി ഭാവങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും ആർക്കും അറിയില്ല നോക്കാന്. നേരെ പോവാണ് പുരുഷന്റെ ഭാവം, സ്ത്രീയുടെ ഭാവം, രഞ്ജുദോഷം, മധ്യമരഞ്ജോ ഇല്ലെങ്കിൽ പുരുഷൻ മരിക്കും. പണ്ട് കാലങ്ങളിലൊക്കെ മധ്യമരഞ്ജു ഉള്ളതും രഞ്ജുദോഷമുള്ള ആൾക്കാരൊക്കെ വിവാഹം കഴിച്ചിട്ട് എന്തോ ഒരു ഗ്രഹനില നോക്കാൻ പറ്റാത്ത കാലഘട്ടത്തിൽ, ഇല്ലാത്ത കാലഘട്ടത്തിൽ ഇവരൊക്കെ ജീവിച്ചിരുന്നു. ഈ മധ്യമരഞ്ജു ദോഷമുള്ള ആൾക്കാരും ഈ നോക്കിയാണ്ടും ഒക്കെ ജീവിച്ചിരുന്നു. അവരൊന്നും മരിച്ചിട്ടൊന്നുമില്ല, മനസ്സിലാക്കുക. അപ്പോൾ ഈ ഗ്രഹനില എന്ന് പറയുന്നത് മലപ്പുറത്ത് ഒരു തിരുമേനി ക്ഷേത്ര ശാന്തി, നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാരും അടക്കി പറയുന്നില്ല, ഒന്നും മനസ്സിലാക്കുക. ഈ ജ്യോതിഷം പഠിച്ച ആൾക്കാരും ശാന്തിമാരായിട്ടുണ്ട്, ഉന്നത ആൾക്കാർ, നല്ല രീതിയിൽ ആൾക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷേ ക്ഷേത്ര ശാന്തിമാർ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ബോർഡും വെച്ചിട്ട്, ഒരു പഞ്ചാംഗം വെച്ചിട്ട്, ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു പൊരുത്തം നോക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു പൊരുത്തം നോക്കിയ ഒരു ഗ്രഹനിലയാണിത്. ഇതാണ് ഞാൻ പറഞ്ഞത്. 100-ൽ എന്താ പറയുക, എല്ലാവരും അടക്കി പറയുന്നില്ല. ഈ ക്ഷേത്രത്തിലെ ശാന്തിമാരും തിരുമേനിമാരും ഒരു പഞ്ചാംഗം മേടിച്ചിട്ടും ഒരു സോഫ്റ്റ്വെയറിലും, ഇപ്പൊ എല്ലാ സോഫ്റ്റ്വെയറിലും കിട്ടും. അത് പഠിച്ചിട്ട് ഇതേപടി ഇത് ഉത്തമമാണ് എന്ന് പറഞ്ഞ് പരിപൂർണമായ ഉത്തമം. അതാ ഞാൻ പറഞ്ഞ പോലെ എന്താ, രാശി, വശ്യം, യോനി, ദിനം, ദീർഘം, രഞ്ജു, വേദം 10-ൽ 6.5 പൊരുത്തവും ഉണ്ട് എന്നാ പറഞ്ഞത്. നല്ല ശുദ്ധ ജാതകമാണ്, ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. കാരണം സോഫ്റ്റ്വെയറിൽ നോക്കി അതേപടി മുന്നോട്ട് പോയി. അപ്പൊ നമുക്ക് ഈ ഗ്രഹനില എന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ, കുറച്ചു കാലമായിട്ട് വന്നിട്ട് ഒരു 3-4 മാസം മുമ്പ് വന്നതാണ്. എന്റെ ഗ്രഹനില നോക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ പറയാ, അവര് ഒരു സംശയം ഉണ്ടായിരുന്നു അവർക്ക്. ഇത് എന്റെ വീഡിയോ അല്ല, ഇവര് വേറൊരു, കാരണം ഇത് ശുദ്ധജാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരും ഈ ജ്യോതിഷത്തിനെ കുറിച്ച് അറിയുന്ന ആൾക്കാരാണ്. അപ്പൊ തിരുമേനി പറഞ്ഞപ്പോൾ അവര് ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു പോയി. അവർക്ക് ദക്ഷിണം കൊടുത്തു നോക്കി. പക്ഷെ പിന്നീട് അവർക്ക് കുറച്ച് ഇതൊരു ശുദ്ധജാതകമാണോ അവർക്ക് സംശയം വീണ്ടും ഉന്നയിച്ചു വന്നു. അപ്പൊ അങ്ങനെയാണ് എന്നെ കുറച്ച് മുമ്പ് കൺസൾട്ട്, ഒരു 3-4 മാസമായി കൺസൾട്ട് ചെയ്തിട്ട്, എനിക്ക് 4 മാസത്തോളം കഴിഞ്ഞു കൺസൾട്ട് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ഈ ഗ്രൂപ്പിൽ വരുന്ന മുമ്പ്, ഈ അസ്ട്രോളജി ജ്യോതിഷത്തിന്റെ വരുന്ന മുമ്പ് എനിക്ക് കൺസൾട്ടിങ് വന്നതാണ്. അപ്പൊ കുറച്ചു കാലമായിണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ സൂചനയാണ്. ആദ്യം ഇവരുടെ ജോലി, വിദ്യ, വാക്കൊക്കെ നമുക്ക് നോക്കാം. ഇതൊരു സ്ത്രീ ഗ്രഹനിലയാണ്. ഞാന് കറുത്തമഷി ചെയ്താണ്. നീലമഷി വെള്ളത്തിലേക്ക് പോയി താഴെ ഒരു ചെറിയ വെള്ളപ്പാത്രം ഉണ്ടായിരുന്നു, അതിലേക്ക് പോയത് കൊണ്ട് ഞാൻ കറുത്തമഷി ആണ് ഉപയോഗിക്കുന്നത്. ഇത് പുരുഷ ഗ്രഹനിലയാണ്. ഇവിടെ ഞാൻ നവാംശം ഒന്നും എഴുതിയിട്ടില്ല. അതിന്റെ ഇടയ്ക്ക് ഇതിന് മുന്നേ വന്ന ഒരു കമന്റ് ആണ്, നവാംശം ഇല്ലാതെ എങ്ങനെ ഫലം പറയണത്. നിങ്ങൾ നവാംശം എന്ന് പറയുന്നത് ഫലം പറയാനുള്ളതല്ല. പിന്നെ ഭാവം, രാശി, ഇതാണ് ഗ്രഹനിലയില് വേണ്ടത്. നവാംശകം എന്ന് പറയുന്നത് രാശിയിൽ എത്ര ഡിഗ്രിയിലാണ് ഗ്രഹങ്ങൾ നിൽക്കുന്നത് അറിയത്തില്ല. അതിന്റെ ഡിഗ്രി മിനിറ്റ് അറിയാൻ വേണ്ടി മാത്രമാണ് നവാംശം ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു രാശിയിൽ ശനി ഇവിടെ നിൽക്കുക, ആ ശനി ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഒരു ശനി അതേ രാശിയിൽ നിൽക്കുമ്പോൾ ഒരു ബലം, വർഗോത്തമം, ഒരു ബലം ഉണ്ടാവുക. വിവാഹ സംബന്ധമായിട്ട് 7-ാം ഭാവത്തിന്റെ നവാംശാധിപൻ ശനിയോ രവിയോ കുജനോ ആയിക്കഴിഞ്ഞാൽ, അല്ലാതെ വേറെ അത്രയും ചെറിയ കാര്യങ്ങളല്ലാതെ ഗ്രഹനിലയില് ഒരു നവാംശവും കൊണ്ട് ഒരു കാരണവശാലും ഫലം പറയാനുള്ളതല്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കാം. അപ്പൊ നോക്കോ, നമുക്ക് ഇവിടെ നോക്കാം. സ്ത്രീ ജാതകത്തില് ലഗ്നം വന്നിരിക്കുന്ന ഇടവമാണ്. 3-ൽ ഗുളിയനും സർപ്പനും, ശുക്രൻ 4-ലുണ്ട്, രവി ചന്ദ്രൻ 5-ലുണ്ട്, രവി ഭാവാൽ 6-ലേക്ക് മാറിക്കഴിഞ്ഞു, ബുധൻ
6-ലുണ്ട്, കുജൻ 8-ലുണ്ട്, ശിഖി 9-ല്, 10-ലേക്ക് ശിഖി വന്നു കഴിഞ്ഞു, സർപ്പനും 4-ലേക്ക് വന്നു കഴിഞ്ഞു. ഇതാണ് അതായത് 8-10-1999 8:45 PM ജനിച്ച സ്ത്രീയുടെ ഗ്രഹനിലയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ എല്ലാവരും ഇവിടെ ഗുളിയനും സർപ്പനും ശിഖിയും ഒക്കെ 9-ലുണ്ട്, ഭാഗ്യം പോയി എന്ന് പറയും. ഞാൻ വേറെ ഒന്നും നോക്കുന്നില്ല. ഈ കൊച്ചിന്റെ ജോലി ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, രണ്ടാം ലഗ്നം, ആദ്യം ലഗ്നത്തിന് ബലമുണ്ടോ നോക്കാം. ഇവിടെ ലഗ്നത്തിന് ബലമുണ്ടെന്ന് നോക്കുമ്പോൾ ലഗ്നാധിപൻ എവിടെ പോയി? ലഗ്നാധിപൻ കേന്ദ്ര സ്ഥാനത്ത് ഒരു കേന്ദ്ര സ്ഥാനത്ത് നിൽക്കുന്നു. അപ്പൊ ലഗ്നാധിപന് അതായത് 4, 7, 10 എന്ന് പറയുന്നത് വർത്തമാനകാലമാണ്. അപ്പൊ 4, 10, 7 ശുഭഗ്രഹങ്ങളൊക്കെ നിന്ന് കഴിഞ്ഞാലും ലഗ്നാധിപൻ നിന്ന് കഴിഞ്ഞാലും ലഗ്നത്തിന് ബലമുണ്ട്. അത് മാത്രമല്ല ശുക്രൻ ഒരു കേന്ദ്രത്തിലാണ് നിൽക്കുന്നത്, ലഗ്നാധിപനാണ് ഈ ശുക്രൻ എന്ന് പറയുന്നത്. അപ്പോൾ ലഗ്നാധിപൻ ഏത് രാശിയിൽ നിൽക്കുന്നോ ആ രാശിക്ക് പുഷ്ടിമ. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് വിദ്യ കിട്ടുമോ നോക്കാം. നോക്കൂ, രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കണം. വിദ്യ, വാക്ക്, ധനം, കുടുംബം 2 കൊണ്ട് ചിന്തിക്കും. ആ രണ്ടാം ഭാവാധിപൻ എവിടെ? നോക്കൂ, രണ്ടാം ഭാവാധിപൻ 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പൊ പറയും രണ്ടാം ഭാവം, ഇവിടെ ഒരു ജ്യോതിഷ് പറയും 6-ല് ബുധൻ പോയി കഴിഞ്ഞാൽ വിദ്യ പോയി എന്ന് പറയുന്നു. ഒരു കാരണവശമില്ല. നോക്കൂ, രണ്ടാം ഭാവാധിപനും എന്താ പറയാ, രണ്ടാം ഭാവാധിപന് 6-ാം ഭാവത്തിൽ നിന്നുകൊണ്ട് കർമ്മകാരകനുമായിട്ട് ദൃഷ്ടി വന്നിരിക്കുന്നു. കർമ്മകാരകൻ എന്ന് പറയുന്നത് 10ഉം 9ഉം ഭാവാധിപൻ, കർമ്മകാരകനും ഭാഗ്യാധിപനുമാണ് ശനി. ആ കർമാധിപനും വിദ്യാകാരകനുമായിട്ടുള്ള ബന്ധം വന്നു. അതേപോലെ തന്നെ 12-ാം ഭാവാധിപൻ 12-ൽ നിൽക്കുന്ന വ്യാഴം, 11ഉം 8ഉം ഭാവാധിപനാണ് ഈ വ്യാഴം. ആ വ്യാഴം വിദ്യാകാരകന് ദൃഷ്ടി വന്നു, കർമ്മകാരകന് ദൃഷ്ടി വന്നു. അപ്പൊ അത് മാത്രമല്ല ഈ രവി ഭാവത്തിൽ വന്ന 6-ലേക്ക് ഉപജയ രാശിയിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് എന്താണ് ഇത്, ഈ കൊച്ചു 12, 6-ഉം 8ഉം 8-ാം ഭാവാധിപനാണ്. 12-ലേക്ക് വന്നു കഴിഞ്ഞു. 12 നിന്നുകൊണ്ട് 8-ലേക്ക് ദൃഷ്ടി വന്നു. 12-ാം ഭാവത്തിൽ നിന്നുകൊണ്ട് 6-ലേക്ക് ദൃഷ്ടി വന്നു. അപ്പോൾ ഈ കൊച്ച് ഈ 6, 8, 12 വ്യാഴത്തിനൊക്കെ ബന്ധം വന്നു കഴിഞ്ഞപ്പോൾ ഈ കൊച്ചിന്റെ ആയുർവേദ ഒരു ഡോക്ടറാണ്. അതാണ് 6, 8, 12. ഇവിടെ 12-ൽ വ്യാഴം പോയി കഴിഞ്ഞപ്പോൾ അവിടെ ദൈവാധീന കുറവ് വന്നു, ധർമ്മദൈവ ദോഷം വന്നു, അങ്ങനെ ഒട്ടനവധി ദോഷങ്ങൾ പറഞ്ഞിരിക്കുകയാണ് ഗുരു. പക്ഷെ അങ്ങനെയല്ല, ഇതാണ് ഗ്രഹനില വിശകലനം. ഒരു ഗ്രഹനില നോക്കുമ്പോൾ എന്തൊക്കെ സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെ പറയാം. ഇതൊരു ആയുർവേദം. കാരണം 12-ലേക്കുള്ള 8-ാം ഭാവാധിപൻ 12-ൽ പോയി. ആ 12-ൽ നിന്ന് 6-ലേക്ക് ദൃഷ്ടി, വിദ്യാകാരകന് വിദ്യാഭാവത്തിന് ബന്ധം വന്നു, കർമ്മകാരകന് ബന്ധം വന്നു. അങ്ങനെ ഈ രവി 6-ലേക്ക് ഉപജയ രാശിയിലേക്ക് വന്നു. അങ്ങനെ ഈ ബന്ധങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ കൊച്ചു ഒരു ആയുർവേദ ഡോക്ടറാണ്. അപ്പൊ നല്ല ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു ഡോക്ടർ തന്നെയാണ്. വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. നോക്കൂ, വിവാഹം നോക്കിക്കഴിഞ്ഞപ്പോൾ 7-ാം വിവാഹഭാവം നോക്കൂ. കർമ്മഭാവം പുഷ്ടിമയാണ്. കർമ്മ യോഗകാരകനാണ് ശനി. 12-ൽ പോയി. അത് വിദേശത്ത് സൂചന കൊടുക്കുന്നതാണ്. പക്ഷെ മറ്റേ 8-ാം ഭാവാധിപന് വിദേശ സൂചന ഉള്ളതാണ്. ശനി യോഗകാരകനാണ്. 12-ൽ ഒരു പരദേശവാസ സൂചന കൊടുത്തു. അതുമാത്രമല്ല നോക്ക്, വിവാഹഭാവം ഇതാണ്. ബാക്കി എല്ലാം ഓക്കെയാണ്. കർമ്മഭാവം പുഷ്ടിമയാണ്, എല്ലാം ഓക്കെയാണ്. നോക്കൂ, ലഗ്നത്തിന്റെ 7-ാം ഭാവാധിപൻ എന്ന് പറയുന്നത് കുജനാണ്. ആ കുജൻ എവിടെ? കുജൻ 8-ാം ഭാവത്തിലേക്ക് പോയി. സ്ത്രീ ജാതകത്തില് വ്യാഴം പരിപൂർണമായിട്ടും ബലവാനായിരിക്കണം. അത് വളരെ നിർബന്ധമാണ്. ലഗ്നാധിപൻ 7-ാം ഭാവാധിപൻ 8-ൽ പോയി. 6-ൽ പോയി കഴിഞ്ഞാൽ വലിയ ദോഷം പറയില്ല. ഉപജയ രാശിയാണ്. 8ഉം 12-ലും വളരെ ദുരിതമാണ്. അതുമാത്രമല്ല, ഭർത്തകാരകനാരാണ്? വ്യാഴം 12-ാം യോഗകാരകനായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെയും ശനിബന്ധം വന്നിരിക്കണു. 7-ാം ഭാവാധിപൻ 8-ലേക്ക് പോയി. ഭർത്തകാരകൻ വ്യാഴത്തിന് ശനിബന്ധം വന്നു കഴിഞ്ഞു. അവിടെയും കാരണം യോഗകാരകൻ എന്ന് പറഞ്ഞുകൊണ്ട് ശനി തള്ളിക്കളത്. അതുമാത്രമല്ല, വ്യാഴം 12-ലേക്ക് പോയും ചെയ്തു. ശനി യോഗം വന്നു. 7-ാം ഭാവാധിപൻ 8-ലേക്ക് പോയി. അപ്പോൾ ഓരോ കാര്യത്തിന് സൂചന കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് ഗ്രഹനില വിശകലനം ചെയ്യുന്നത്. ഇനി അടുത്ത് നോക്കാം, പുരുഷജാതകത്തിൽ നോക്കാം. പുരുഷജാതകത്തിൽ നോക്ക്, ലഗ്നം കുംഭമാണ്. ഈ കുംഭലഗ്നത്തിന്റെ പ്രത്യേകത പറയുന്നത്
വിവാഹം ചിന്തിക്കുന്ന ഏഴാം ഭാവാധിപൻ പരിപൂർണമായിട്ടും പാപഗ്രഹമാണ്. ശനി ഒരു പാപഗ്രഹമാണ്. ഏഴാം ഭാവം കൊണ്ട് ചിന്തിക്കണം. ഏഴാം ഭാവം പരിപൂർണമായിട്ട് അതിന്റെ അധിപൻ ഒരു കാരണവശാലും ദുസ്ഥാനത്ത് 8-ലോ 12-ലോ പോകരുത്. അത് കുംഭ ലഗ്നക്കാരന് പരമാവധി ശ്രദ്ധിക്കണം. നല്ല അങ്ങനത്തെ ഒരു ഗ്രഹനില എടുക്കാൻ പാടുള്ളൂ. ഇവിടെയാണ് ഈ നമ്മുടെ തിരുമേനിയുടെ പാകപ്പിഴകൾ വന്നിരിക്കണേ. മറ്റേ പഞ്ചാംഗം പിടിച്ചിട്ട് സോഫ്റ്റ്വെയറിൽ അടിച്ചു നോക്കിയിട്ട് അതേ പാവം എടുത്ത് കടലാസിൽ എഴുതി കൊടുത്തു. അതാണ് അവസ്ഥ. നോക്കൂ, ഈ ഒരു ലഗ്നത്തിൽ വന്നിരിക്കണം. നോക്കൂ, ലഗ്നത്തിൽ വ്യാഴം വന്ന് ദിഗ്ബലമുണ്ട്. വ്യാഴത്തിന് ലഗ്നത്തിന് ശിഖിയുണ്ട്. 2ാം ഭാവം ശൂന്യം. 3 ശനി. ചന്ദ്രന് കുജന് സർപ്പന് 7-ല്. രവി ശുക്രന് 8-ല്. ബുധൻ 9-ല്. മാന്തി 10-ല്. ഇവിടെ ഈ 10ാം ഭാവത്തിൽ ഗുളിയൻ. ഇന്നാളെ ഞാൻ ഒരു ഗ്രഹനില ഇട്ടിരുന്നു പൈലറ്റിന്റെ. 10-ല് ഗുളിയൻ നിന്ന് കഴിഞ്ഞാൽ കർമ്മ പുഷ്ടി ഉണ്ടാവില്ല എന്നാണ് പറയണത്. ഇയാൾക്ക് ജീവിതകാലം വരെ കർമ്മത്തിന് ഒരു നിരന്തരമായിട്ടുള്ള മാറ്റങ്ങൾ വരും. അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് കർമ്മത്തിന് നഷ്ടം വരാൻ, ജോലി കിട്ടത്തില്ല. കാരണം ഗുളിയൻ വന്നു കഴിഞ്ഞു എന്ന് പറയും. അതേപോലെ തന്നെ ശിഖി, ലഗ്നത്തിൽ ശിഖിയുണ്ട്. വ്യാഴത്തിനെ പരിഗണിക്കില്ല. ശിഖിനെ പിടിച്ച് ഫലം പറയുന്ന ഒരു അവസ്ഥ. അതായത് ആയുർദോഷം പറയും ഈ ശിഖിനെ പിടിച്ചിട്ട്. അതേപോലെ തന്നെയാണ് സർപ്പന് 7-ലുണ്ട്. ഈ ചന്ദ്രനെ കുജനും 7-ാം ഉള്ളത് കൊണ്ട്, സർപ്പൻ അവിടെ ഉള്ളത് കൊണ്ട് ഭാര്യവിയോഗം പറയും. അല്ലെങ്കിൽ എന്താ പറയാ, ആ ഒരു സർപ്പനെ പിടിച്ചിട്ട് 7ാം ഭാവം. ഇവിടെ ചന്ദ്രനെ കുജനും ശ്രദ്ധിക്കത്തില്ല. അങ്ങനെ ഈ ഉള്ളൊരു കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് ആദ്യം ഇയാളുടെ വിദ്യ നോക്കാം. 2ാം ഭാവാധിപൻ തന്നെയാണ് ലഗ്നാധിപൻ. 2ാം ഭാവാധിപൻ ലഗ്നബന്ധത്തിൽ നിൽക്കുന്നു. ലഗ്നാധിപൻ എവിടെ പോയി? ലഗ്നാധിപൻ 3ാം ഭാവത്തിൽ ഉപജയ രാശിയിൽ നിൽക്കുന്നുണ്ട്. ലഗ്നത്തിന്റെ കേന്ദ്രത്തിൽ ചന്ദ്രനും കുജനും, അതായത് 4ഉം 5ഉം 4ഉം 6ഉം ഭാവാധിപൻ ചന്ദ്രനുണ്ട്. ലഗ്നത്തിലേക്ക് ദൃഷ്ടിയാണ്. അപ്പൊ ലഗ്നത്തിലേക്ക് ദിഗ്ബലത്തോടുകൂടി വ്യാഴം നിൽക്കുമ്പോൾ ലഗ്നത്തിന് പരിപൂർണ ബലമുണ്ട്. അപ്പൊ ഇയാളുടെ വിദ്യാകാരകൻ തന്നെയാണ് ലഗ്നത്തിലേക്ക് നിൽക്കുന്നത്. ലഗ്നാധിപൻ 2ാം ഭാവാധിപൻ തന്നെയാണ് വിദ്യയുടെ ആ ഭാവത്തിന്റെ അധിപൻ. ആ അധിപൻ ലഗ്നത്തിലുണ്ടെങ്കിൽ വിദ്യാകാരകൻ നോക്കൂ 9-ൽ നിൽക്കുന്നു. 9-ൽ ഭാഗ്യാധിപനുമായിട്ട് ഭാഗ്യ രാശിയിൽ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ എന്താ പറയാ, ആ കർമ്മകാരകനും തമ്മിലുള്ള ബന്ധം. ഇവിടെയും കർമ്മകാരകൻ ശനിയാണ്. 10-നൊരു കാരകനുണ്ട്, അത് ശനിയാണ്. ആ ശനിയും 2ാം ഭാവാധിപനും അതുമാത്രമല്ല രണ്ട് കൊണ്ട് ആ 2ാം ഭാവാധിപനും തമ്മിൽ ബന്ധം. നിൽക്കുന്ന രാശിയിൽ 9-ലേക്ക് ദൃഷ്ടി, കർമ്മകാരകന്റെ ദൃഷ്ടി, വ്യാഴത്തിന്റെ ദൃഷ്ടി, 2ാം ഭാവത്തിന്റെ ദൃഷ്ടി. ഈ ഒരാള് എഞ്ചിനീയറിംഗ് ആണ്. എഞ്ചിനീയറിംഗ് മേഖലയിൽ വർക്ക് ചെയ്ത് നല്ലൊരു എന്താ പറയാ, ആ മേഖലയ്ക്ക് ഇപ്പൊ നല്ല ജോലിയായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. ജോലിക്ക് ഒരു തടസ്സമില്ല, നല്ല അഭിവൃദ്ധിയായിട്ട് പോവുകയാണ്. പക്ഷേ വിവാഹം പൊരുത്തം നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ പാളിപ്പോയില്ലേ. നോക്കൂ, 7ാം ഭാവാധിപൻ ആരാണ്? രവിയാണ്. രവി 8-ലേക്ക് പോയി. പുരുഷ ജാതകത്തിൽ പരിപൂർണമായിട്ട് ശുക്രന് ബലം വേണം, മനസ്സിലാക്കുക. നമുക്ക് ഇവിടെ 7ാം ഭാവാധിപൻ എന്ന് പറയുന്നത് നോക്കൂ, 7ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്ന സമയത്ത് ഈ 7ാം ഭാവത്തിൽ സർപ്പനുള്ളത് കൊണ്ടാണോ പ്രശ്നം? അല്ല. 7ാം ഭാവാധിപൻ എന്ന് പറയുന്നത് 7ാം ഭാവാധിപൻ 8-ലേക്ക് പോയി. ഈ പുരുഷ ജാതകത്തിൽ 7ാം ഭാവാധിപൻ എന്ന് പറയുന്നത് ആ ഭാവാധി 8-ലേക്ക് പോയി. മാത്രമല്ല ഈ ശുക്രൻ കളത്രകാരക, പുരുഷന്റെ ഗ്രഹനില ശുക്രൻ ബലവാനായിരിക്കണം. ശുക്രൻ നീചത്തിൽ മാത്രവുമല്ല 7ാം ഭാവാനുഭവം ഉണ്ടാവും. 7ാം ഭാവാധിപനും കാരകനും തമ്മിൽ യോഗമുള്ളതുകൊണ്ട് ഭാവ അനുഭവം ഉണ്ടാവും. പക്ഷേ രണ്ടുപേരുടെയും 7ാം ഭാവാധിപൻ 8-ൽ പോയത്, അതുമാത്രമല്ല കുംഭൻ ലഗ്നക്കാരന്റെ 7-ൽ കുജനും ഈ 7ാം ഭാവവുമായിട്ട് ബന്ധം വന്നു. 3ഉം 10ഉം ഭാവാധിപനാണ്. ഈ കുജൻ 10ഉമായിട്ട് ബന്ധം വന്നു. 6ാം ഭാവാധിപൻ ചന്ദ്രൻ 7-ൽ വന്നിരിക്കുന്നു. പക്ഷെ ലഗ്നത്തിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല. ശുക്രൻ കളത്രകാരക, സ്ത്രീ ഗ്രഹം, ആ സൂചനകാരകൻ 8-ലേക്ക് പോയി നീചാവസ്ഥയിൽ നിൽക്കുന്നു. രവി നമ്മുടെ എന്താ പറയാ 8-ലേക്ക് പോയിരിക്കുന്നു. ഇങ്ങനെ ഈ ഗ്രഹനില ഒരു കാരണവശാലും ചേർക്കാൻ പറ്റില്ല. മറ്റ് ജോലി സംബന്ധമായിട്ടൊക്കെ നല്ല പുഷ്ടിമുള്ളതാണ്. പക്ഷേ വിവാഹ ഭാവത്തിന്റെ ഭാവം 7ാം ഭാവം കൊണ്ട് തന്നെ ചിന്തിക്കണം. ഇവിടെ നക്ഷത്രപുരത്ത് രഞ്ജുദോഷം, മധ്യമരഞ്ജു എന്നൊക്കെ പറഞ്ഞിട്ട് മുന്നോട്ട് പോകരുത്. ഇവിടെ ഗണപ്പൊരുത്തമുണ്ട്. എന്താ ഗണപ്പൊരുത്തം? ഈ അസുരഗണം, ദേവഗണം, മനുഷ്യഗണം. നോക്കൂ, ഇവിടെ എങ്ങനെയാണ് ഗണപ്പൊരുത്തം വരേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാല്, സ്ത്രീ ഗ്രഹനിലയില് 7ാം ഭാവം അല്ലെങ്കിൽ ലഗ്നം 7ാം യുഗ്മരാശിയാകുകയും
മറ്റേ അത് മറ്റേ പുരുഷ ജാതകത്തില് ലഗ്നം വന്നിരിക്കുന്നത് മറ്റേ ഓജരാശിയാവുകയും അപ്പോൾ ആ രണ്ടു പേർക്കും ഒരു എന്താ പറയാ അവിടെയാണ് മറ്റേ ഒരു ലഗ്നം, അവരുടെ ലഗ്നം തമ്മിലാണ് ഈ ഘടനാപൊരുത്തം മറ്റേ നമ്മുടെ ഈ ഗണപ്പൊരുത്തം വേണ്ടത്. അതൊരു ഗണമാണ്, അതാണ് ഗണപ്പൊരുത്തം. അല്ലാണ്ട് സോഫ്റ്റ്വെയർ കിട്ടണ രീതികളല്ല എന്നുള്ളതും മനസ്സിലാക്കുക. ഗണപ്പൊരുത്തം പറഞ്ഞാൽ സ്ത്രീ യുഗ്മരാശിയാവുക, പുരുഷൻ ഓജരാശിയാവുക അല്ലെങ്കിൽ പുരുഷരാശിയാവുക. ഇത് രണ്ടു പേരും തമ്മിലൊരു ബന്ധമാണ്. അല്ലെങ്കിൽ 7ാം ഭാവം യുഗ്മരാശിയാവുക, മറ്റേയാളുടെ 7ാം ഭാവം ഓജരാശിയാവുക, തിരിച്ചും അങ്ങോട്ടും അവിടെയാണ് ഗണപ്പൊരുത്തം ഉണ്ടാകുന്നത്. അല്ലാതെ ഇവിടെ ഒരു പഞ്ചാംഗം ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഇത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് അധികകാലം ജീവിക്കും, മുന്നോട്ട് പോയില്ല. കാരണം ഇവിടെ പരിപൂർണമായിട്ടും ഇവിടെ ഒരു ഭാവം വന്നു, 7ാം ഭാവം 8ലേക്ക് പോയി, ഇവിടെയും 8ലേക്ക് പോയി, ഇവിടെ 7ലേക്ക് കുജന്റെ ബന്ധം ഉണ്ട് എന്ന് പറഞ്ഞത് അല്ല, ശനി വ്യാഴത്തിന്റെ ബന്ധം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായിട്ടില്ല. 7ാം ഭാവം കൊണ്ട് വിവാഹം വേറെ ഒന്നും, 7ാം ഭാവം മാത്രം നോക്കിയാൽ മതി നമുക്ക്. 7ാം ഭാവം ഭാവാധിപൻ കാരകൻ, പുരുഷ ജാതകത്തിൽ 7ാം ഭാവാധിപൻ 7ാം കാരകൻ അതിന്റെ ഭാവാധിപൻ, ഇങ്ങനെ അതിലേക്ക് പറ്റും. അങ്ങനെ നോക്കിയിട്ട് വേണം ഒരു കാര്യങ്ങൾ തീരുമാനിക്കണം. അല്ലാതെ നമ്മൾ ഒരു ഗ്രഹനിലയിൽ നോക്കിയിട്ട് ഒരു എല്ലാവർക്കും എന്താ പറയുക ഓടിച്ചെല്ലുമ്പോൾ ഒരു മക്കളെ ഗ്രഹനില ഒരു വിവാഹം കഴിക്കുമ്പോൾ ഒരു കാരണവശാലും രഞ്ജുദോഷം മധ്യമരഞ്ജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആളെ കൊല്ലത്തില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ കോടാനുകോടി ജനങ്ങളൊക്കെ ഉണ്ട്, ഇവർക്കൊക്കെ മരിക്കണം. അത് മനസ്സിലായി. ശാസ്ത്രീയമായിട്ട് നിങ്ങൾ ചിന്തിക്കുക. അല്ലാതെ എന്തെങ്കിലും ഒരാളുടെ വാക്ക് കേട്ടിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ തിരുമേനിമാർ ഒരുപാട് പേരുണ്ട്, ഇല്ലാന്ന് ജ്യോതിഷം പഠിച്ച ആൾക്കാരുണ്ട്, നല്ലപോലെ അറിവുള്ള ആൾക്കാരുണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ അറിയാതെ കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. ഇപ്പൊ കേരളത്തിൽ നടനമാടിക്കൊണ്ടിരിക്കരുത് ഈ വൈറസാണ്. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഗ്രഹനില വിശകലനമായിട്ട് വരണത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ഇതൊരു നല്ലൊരു ഇവർക്ക് രണ്ടുപേർക്ക് വിവാഹം കഴിക്കണ്ടേ? വിവാഹം കഴിക്കണം. എന്തുകൊണ്ട്? ഈ ലഗ്നത്തിന് 7ാം ഭാവാധിപൻ 8ലേക്ക് പോവാത്ത അല്ലെങ്കിൽ വരുന്നൊരാളുടെ 7ാം ഭാവം ഇയാളുടെ പോയി കഴിഞ്ഞു, വരുന്നൊരാളുടെ 7ാം ഭാവത്തിലേക്ക് പരിപൂർണമായിട്ട് ശുഭത്വമുള്ള രണ്ടു പേർക്കുള്ള ഒരു ഗ്രഹനില. പാപൻ ഇവിടെ 7ലേക്ക് ഒരു കുജനുണ്ട്, ചൊവ്വാദോഷം പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരാളുടെ 7ാം ഭാവത്തിൽ ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ അയാൾക്ക് ദോഷമില്ല. ഈ ചൊവ്വ എടുത്തുചാട്ടക്കാരനാണ്, ദേഷ്യക്കാരനാണ്, മുൻകോപാണ്, ചെറുപ്പത്തിലെ വിധവയാകാം. പക്ഷെ ഈ 7ലേക്ക് ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് വെച്ചുകഴിഞ്ഞാൽ വരുന്ന ഒരാളുടെ 7ാം ഭാവത്തിൽ കുജനുണ്ടെങ്കിൽ ഒരാളുടെ ഭാവത്തിൽ ഞാനൊരു ദേഷ്യക്കാരനാണ്, വരുന്ന ഒരാൾ അതേ ദേഷ്യക്കാരനാണെങ്കിൽ രണ്ടുപേര് കടിപിടി കൂടിക്കൊണ്ടിരിക്കില്ലേ? അപ്പോൾ അതിന് ബാലൻസ് ചെയ്ത ഒരാളല്ലേ നമുക്ക് വേണ്ടത്. ഇവിടെ ചൊവ്വാദോഷം എന്ന് പറഞ്ഞിട്ട് ആകെ കുഴപ്പിച്ചിട്ട് ശക്തമായ ചൊവ്വാദോഷം 7ൽ നിന്ന് കഴിഞ്ഞാൽ എന്നിട്ട് 8ലൊരു പാവനുള്ള ഒരാളെ കൂട്ടിക്കൊടുത്തു, എന്നിട്ട് അവിടെ പാവനില്ലെങ്കിൽ ഭർത്ത മരണം എന്ന് പറഞ്ഞു. ഇന്നേ വരെ നിങ്ങൾ മനസ്സിലാക്കുക, ഇന്നേ വരെ 8ലൊരു പാവനുണ്ടെങ്കിൽ ഏതെങ്കിലും ഭർത്ത മരണം ഉണ്ടായിട്ടുണ്ടോ? ഒരാളുടെ ഗ്രഹനിലയില് 8ന് ദോഷം വന്നു കഴിഞ്ഞാൽ മറ്റേയാൾക്ക് അത് ബാധിക്കത്തില്ല. നമ്മുടെ ഗ്രഹനിലയിൽ ആയുർദോഷം വരണമെങ്കിൽ എന്റെ ഗ്രഹനില വെച്ച് വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനിയെങ്കിലും മാതാപിതാക്കള് പൊട്ടക്കുള്ളിലേക്ക് ചാടാതെ ശ്രദ്ധിക്കുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.